സെഫന്യാവ് അധ്യായം 3. മത്സരവും മലിനതയുമുള്ളതും പീഡിപ്പിക്കുന്നതുമായ നഗരത്തിന് അയ്യോ കഷ്ടം. അവൾ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല, പ്രബോധനം കൈക്കൊണ്ടിട്ടില്ല, യഹോവയിൽ ആശ്രയിച്ചിട്ടില്ല, തൻ്റെ ദൈവത്തോട് അടുത്ത് വന്നിട്ടുമില്ല. അതിനകത്ത് അതിൻ്റെ പ്രഭുക്കന്മാർ ഗർജിക്കുന്ന സിംഹങ്ങൾ, അതിൻ്റെ ന്യായാധിപന്മാർ വൈകുന്നേരത്തെ ചെന്നായ്ക്കൾ. അവർ പ്രഭാതകാലത്തേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല. അതിൻ്റെ പ്രവാചകന്മാർ ലഘുബുദ്ധികളും വിശ്വാസപാതകന്മാരുമാകുന്നു. അതിൻ്റെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി ന്യായപ്രമാണത്തെ ബലാത്കാരം ചെയ്തിരിക്കുന്നു. യഹോവ അതിൻ്റെ മധ്യേ നീതിമാനാകുന്നു, അവൻ നീതികേട് ചെയ്യുന്നില്ല. രാവിലെ അവൻ തൻ്റെ ന്യായത്തെ തെറ്റാതെ വെളിച്ചത്താക്കുന്നു. നീതി കെട്ടവനോ നാണം എന്തെന്നറിഞ്ഞുകൂടാ. ഞാൻ ജാതികളെ ഛേദിച്ചു കളഞ്ഞു, അവരുടെ കൊത്തളങ്ങൾ ശൂന്യമായിരിക്കുന്നു. ഞാൻ അവരുടെ വീഥികളെ ആരും കടന്നു പോകാതെ വണ്ണം ശൂന്യമാക്കി. അവരുടെ പട്ടണങ്ങൾ ഒരു മനുഷ്യനും നിവാസിയും ഇല്ലാതെ നശിച്ചിരിക്കുന്നു. നീ എന്നെ ഭയപ്പെട്ട് പ്രബോധനം കൈക്കൊള്ളുക എന്ന് ഞാൻ കൽപ്പിച്ചു. എന്നാൽ ഞാൻ അവളെ സന്ദർശിച്ചതുപോലെയൊക്കെയും അവളുടെ പാർപ്പിടം ഛേദിക്കപ്പെടുകയില്ലായിരുന്നു. എങ്കിലും അവർ ജാഗ്രതയോടെ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളൊക്കെയും ചെയ്തു പോന്നു. അതുകൊണ്ട് ഞാൻ സാക്ഷിയായി എഴുന്നേൽക്കുന്ന ദിവസം വരെ എനിക്കായി കാത്തിരിപ്പിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ക്രോധവും എൻ്റെ ഉഗ്രകോപവും പകരേണ്ടതിന് ജാതികളെ ചേർക്കുവാനും രാജ്യങ്ങളെ കൂട്ടുവാനും ഞാൻ നിർണയിച്ചിരിക്കുന്നു. സർവ്വഭൂമിയും എൻ്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. കുഷ്ണനദികളുടെ അക്കരെ നിന്ന് എൻ്റെ നമസ്കാരികൾ എൻ്റെ ചിതറിപ്പോയവരുടെ സഭ തന്നെ എനിക്ക് വഴിപാട് കൊണ്ടുവരും. അന്നാളിൽ ഞാൻ നിന്റെ മധ്യേ നിന്ന് നിന്റെ ഗർവോല്ലിസതന്മാരെ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും നിമിത്തം നീ അന്നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കയില്ല, ഭോഷ്ക് പറയുകയുമില്ല. ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്ക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു.